ഹലോ സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക. ISLൻ്റെ പുതിയ സീസൺ എന്നാണ് തുടങ്ങുക എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ബ്രോഡ്കാസ്റ്റ് ഡീലൊന്നും ഇതുവരെ കൺഫേം ആവാത്തതുകൊണ്ടാണ് അതിലൊരു തീരുമാനം ആവാത്തത്. എന്നാൽ നിലവിൽ ISL പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ പകുതിയാകുമ്പോഴേക്കും ISL തുടങ്ങാനാണ് നിലവിലെ പ്ലാനുകൾ. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം. ഗെയിലിന് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഗി പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്ന് പോസിറ്റീവായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഇൻവെസ്റ്റർ ഇപ്പോൾ കൺഫേം ആണ്. മുമ്പുള്ള ലീഗൽ ഇഷ്യൂസ് ഒന്നും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീലിനെ ബാധിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഉടൻ തന്നെ ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ടാകാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി കൂടി പുതിയ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പുതിയ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് കൺഫേം ആണ്. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരും ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം കൂടിയാണ്. ഇനി പുതിയ സൈനിനെ കുറിച്ച് ആശിഷ് നേഗി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാൻ പ്ലേയേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിൽ ആരുമായിട്ടും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്റ്റീവായിട്ട് തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട്, താരങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് വൈകാതെ സൈനിങ്ങുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗ്യൻ മജീഷ്യനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ട്. താരം ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മുർഗുല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നിരാശരായിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉടൻ തന്നെ, അതായത് 2-3 ദിവസത്തിൽ വരുമെന്നാണ് മാർക്കസ് മുർഗുല പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിസന്ധിയെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി സന്തോഷ വാർത്തകളാണ് വരാൻ പോകുന്നത് എന്നാണ് മാർക്കസ് മുർഗുല പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രതീക്ഷകളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മാനേജ്മെൻറ്റ് കൂടി മാറുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സീസൺ ഉണ്ടാവാൻ പോകുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതിലൊരു ആകാംക്ഷയുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ, വരാൻ പോകുന്ന അപ്ഡേറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വെക്കുക.